ടോബി ജോൺസൺ ഉണ്ട്. അപ്പോൾ ടോബി, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത നെഞ്ചെടുപ്പായിരുന്നു അർജന്റീന ആരാധകർക്ക് ടോബി എന്ന ആരാധകന്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ ഇന്ന് കപ്പടിക്കുമെന്ന ലൈനിൽ തന്നെയാണ് ടോബിയും ഒപ്പം തന്നെ ടോബിക്ക് പിന്നിലുള്ള ആരാധകരും. തീർച്ചയായിട്ടും അനിൽ, എന്തായാലും പുതിയൊരു തന്ത്രമാണ്. അതായത് 75 മിനിറ്റ് വരെ നമ്മൾ ഗോൾ അടിക്കത്തില്ല, പക്ഷേ 75 മിനിറ്റിന് ശേഷം എന്താ നടക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം കഴിഞ്ഞ കളികളിലെല്ലാം അർജന്റീനയുടെ കളി അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്തെ MD സ്കൂളിലാണ്. ഇവിടെ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി അതിന്റെ ഫൈനൽ ദിവസമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജർമ്മനിയുടെ ജേഴ്സിയിട്ടും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ജേഴ്സിയിട്ടും കളിക്കുന്ന രണ്ട് ടീമുകളെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ വേൾഡ് കപ്പിലില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അർജന്റീനയും സ്പെയിനും തമ്മിലാണ് ഇന്നത്തെ മത്സരം. നമുക്കിപ്പോൾ നമ്മളോടൊപ്പം കുറേ കാണികൾ, അതായത് ഈ സ്കൂളിലെ കുട്ടികളാണ്, അവരെല്ലാം ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അതുപോലെ തന്നെ പേരൻസ് ഉണ്ട് കളി കാണാൻ. പേരൻസ് ആണോ? അപ്പം എങ്ങനെയാണ്, അർജന്റീന ജയിക്കുമോ അതോ ആരാ ജയിക്കുന്നത്? അർജന്റീന ജയിക്കും. ആരാ മോളെ ജയിക്കുന്നത്? പറഞ്ഞോ. ആരാ ഗോൾ അടിക്കുന്നേ? ശരി, മോളാണോ ഗോൾ അടിക്കുന്നേ? മെസ്സി അടിക്കോ ഗോള്? കപ്പടിക്കും, ഉറപ്പായിട്ടും അടിക്കും. ഇവിടുത്തെ കളി ഇഷ്ടപ്പെട്ടോ? ഈ കളി അപ്പം അർജന്റീന ആരാധകരുണ്ട്. അതുപോലെ തന്നെ ഏത് ടീമാ? പോർച്ചുഗലോ? പോയില്ലേ, ക്രിസ്ത്യാനോ പോയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഏത് ടീമാ? ബ്രസീലോ? എടാ ബ്രസീല് പോയി, ഔട്ടായി. ഇനി എന്നാ ചെയ്യും? ഇനി സ്പെയിനോ? അപ്പൊ ഇത്ര നാളും ബ്രസീലല്ലായിരുന്നോ? അപ്പൊ ഇനി സ്പെയിന്. ഇത് മറ്റേ താരമോ കേട്ടോ, ജേഴ്സി മാറിയിടുന്ന താരമാണ്. അങ്ങനെ 20 ആര് ജയിക്കൂടാ? ആര് ജയിക്കും? സ്പെയിനോ? നീ നേരത്തെ ബ്രസീലല്ലായിരുന്നു. അപ്പൊ ജേഴ്സി മാറിയിട്ടാണോ? എന്നാലും മെസ്സി ജയിക്കത്തില്ലേ? ഇല്ല. അതെന്നാ? സ്പെയിനിലെ 10 മെസ്സിക്ക് മുട്ട. മെസ്സിക്ക് മുട്ടയോ? മെസ്സി ഇപ്പൊ 2ാം സ്ഥാനത്തുണ്ട് എംബാപ്പനെ കാട്ടി. മെസ്സി എന്നാ നോക്കും? മെസ്സി നോക്കും. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചോളൂ 2ാം സ്ഥാനത്ത് മെസ്സിയാ. മെസ്സി എന്താണ് നോക്കും? പക്ഷെ ക്രിസ്ത്യാനോ പുറത്തു പോയില്ല. ഇനിയിപ്പോ നീ അർജന്റീനയുടെ കൂടെ കൂടുതലല്ലേ? അതല്ല, അങ്ങനെയല്ല. അടുത്ത വർഷം പോർച്ചുഗലാ. എന്താണ് മെസ്സി നോക്കും. ആണോ? അതാണ് അർജുൻ പറയുന്നത്. സ്പെയിനിന്റെ ആരാധകരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അർജന്റീന അതുപോലെ തന്നെ പോർച്ചുഗൽ ഫാൻസും കൂടി ഉണ്ട്. ആര് ജയിക്കും ഇന്ന് വേൾഡ് കപ്പിൽ? ആര് ജയിക്കും? 2-1 ആരൊക്കെ ഗോൾ അടിക്കും? മെസ്സി, എൻസോ ഫെർണാണ്ടസും അടിക്കുന്നതാണ്. സ്പെയിനുണ്ട്, പോർച്ചുഗൽ ആരെല്ലാം ഉണ്ടോ ഇനി ഇവിടെ? ആണോ? പോർച്ചുഗൽ അപ്പൊ ജേഴ്സി മാറിയിട്ടാണോ? സാധാരണ നമ്മൾ കാണുന്നത് പോർച്ചുഗലിന് ഔട്ടായ സാഹചര്യത്തിൽ സ്പെയിനിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഇവിടെ ഒരാൾ അർജന്റീന ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആരാധകരുടെ വലിയ കൂട്ടമുണ്ട്. ഇവരുടെ സ്കൂളിലെ കളി നടക്കുന്നു ഒരു വശത്ത്. എന്നാൽ അതിലും വാശി ഇന്ന് വൈകുന്നേരത്തെ ആ മത്സരം തന്നെയാണ്. അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. ആരാധകരെല്ലാം അവരുടെ ടീമുകളെ പിന്തുണയ്ക്കുന്നു. അർജന്റീന ഫാൻസ് തന്നെയാണ് കോട്ടയത്ത് കൂടുതൽ. അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.